ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറ്റിയ ഈ നാട് വിട്ടു തന്നെ ആരും അറിയാത്ത ഇടത്തേക്ക് അവള് പോണം. അത് കഴിഞ്ഞ് അവളുടെ തള്ള അവളെ കണ്ടെത്തുകയോ കൂടെ നിർത്തുകയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. മുത്തശ്ശി, ചേച്ചി എന്നേക്കാൾ മികച്ചവളായ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യോ? എടി, എല്ലാത്തിനും ഒരു വഴി ഞാൻ ആലോചിക്കട്ടെ മോളെ. ഒരു വഴി നമ്മുടെ മുമ്പിൽ തുറന്ന് കിട്ടും. അവളീ നിൽക്കുന്ന നിൽപ്പിൽ കണിമംഗലത്ത് നിന്നും എല്ലാവരാലും വെറുത്ത് പുറത്തയക്കാൻ പറ്റുമെങ്കിലേ ആറ്റുവാശ്ശേരിയിൽ നിന്നും അവളെ അടിച്ചിറക്കുന്ന കാര്യം ഈ ഞാനും ഏറ്റു. ഞാൻ നോക്കട്ടെ മുത്തശ്ശി. ഇനി എനിക്ക് ഊണും ഉറക്കവും ഒന്നുമില്ല. ഇതിന്റെ മറുകര കണ്ടേ ഞാൻ അടങ്ങും. എടുക്കണ്ട, കുറച്ചു നേരം അകന്നു നിൽക്കട്ടെ, അല്ലാതെ ശരിയാവില്ല. ഇപ്പൊ സംസാരിച്ച എന്റെ ശബ്ദം കേട്ട കഴിഞ്ഞ ദിവസത്തെ പോലെ വീണ്ടും വരും. വേണ്ട, എടുക്കണ്ട.
ചേച്ചി നോക്കി. എന്താ? അതൊക്കെ പിന്നെ ചെയ്യാം. ആദ്യം ഇത് കാണ്, ഇത് നോക്ക്. പ്രിയേ, കണ്ടോ എന്റെ സിനിമയുടെ പരസ്യം കണ്ടോ? ഇത് ഞാൻ കാത്തിരുന്ന നിമിഷം. എത്ര നാള് ഞാൻ കൊതിച്ചാന്നറിയോ ഇങ്ങനൊരു പോസ്റ്റർ പത്രത്തിൽ വരാൻ. എന്റെ പടം എവിടെയെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്ത് വരാൻ. ഇതേ ഞാൻ എല്ലാരും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. പ്രിയ, നീ ഇന്ന് മണ്ടത്തറി പറയുന്ന. നീ സിനിമയിൽ അഭിനയിക്കാൻ പോയത് ഇവിടെ ആർക്കെല്ലാം അറിയോ? ഇപ്പൊ ഇത് ഇവിടെ ഉള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നല്ലേ? എന്ത് പ്രശ്നം? പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ടാക്കിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ ഈ സിനിമ പൂർത്തിയായിട്ടില്ലല്ലോ. അത് പൂർത്തിയാവണ്ടേ? അതുവരെ ഇവിടെ നിന്ന് നിനക്ക് പോകാൻ പറ്റണ്ടേ? ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പൊ തൽക്കാലം ഈ വീട്ടിൽ ആരും കാണാൻ പാടില്ല. എന്റെ ഈശ്വര, ഇവിടുത്തെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടാ നിമിഷം വിളിക്കുമല്ലോ. ആ, അതൊന്നും കുഴപ്പമില്ല. എന്നെ പോലിരിക്കുന്ന വേറെ ആരെങ്കിലാണെന്ന് വിചാരിച്ചോളും. നീ എന്ത് ഈസിയായിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എന്ത് ഈസിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണുന്നേ? ഇവിടുത്തെ കാര്യം മാത്രാണോ? അച്ഛൻ ഇത് കണ്ടാലോ? അച്ഛൻ കണ്ടാൽ ഉറപ്പായിട്ട് നമ്മള് രണ്ടുപേരെയും വിളിപ്പിക്കും. അതോടെ ഇത് എന്നേക്കുമായിട്ട് അവസാനിക്കുകയും ചെയ്യും. എന്തൊരു കഷ്ടമാ. ആദ്യമായിട്ട് ഇത്രയും വലിയൊരു കാര്യം നടന്നപ്പോ അതൊന്നും പുറത്തു പറയാൻ പോലും പറ്റില്ലാന്ന് വെച്ചാ. ഓ, നിനക്ക് നല്ല സന്തോഷമുണ്ട്, അതെനിക്കറിയാം. പക്ഷെ ഇപ്പൊ നീ ഇത് ഉള്ളിൽ ഒതുക്കിയേ പറ്റൂ, അല്ലെങ്കിൽ പ്രശ്നം. നീ പേപ്പറിങ്ങി തന്നെ, ഞാനിത് വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചോളാം.